പ്രത്യക്ഷമായി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വെച്ച് അവിടെ ഭജനത്തിന് പോയതാണ്. ഇവിടുന്ന് ഒരാൾ എന്ന് വിചാരിച്ചാൽ മതി. അവിടെ വെച്ച് പ്രത്യക്ഷമായി കുറേ കാലം കഴിഞ്ഞപ്പം പോരണമെന്നൊരു ചിന്താഗതി. അപ്പോൾ പോരാനൊരു അനുവാദം വാങ്ങിച്ച് കഴിഞ്ഞു. വാങ്ങിച്ചപ്പോൾ അവിടുന്ന് കൊടുത്തെന്ന് പറയുന്ന ഒരു വാളും ചെറിയൊരു ചെലമ്പുമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മീനപ്പരിനാളെന്ന് പിന്നെ വെളുപ്പിന് 4 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ആ സമയത്ത് കാണാം. ആ സ്മാരകമാണ് ഈ വിളക്ക്. 1000 തിരി അന്ന് കത്തിച്ചോളാം എന്നുള്ള എഗ്രിമെൻ്റ്. ആ കാഴ്ചയ്ക്കാണ് ഇപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ നീങ്ങുന്നത്. അതാ വിളക്കിൻ്റെ പ്രധാനം. പുള്ളിക്ക് അനുവാദം കൊടുത്തതാണ്. ഇന്നും അന്ന് 4 മണിക്ക് മുമ്പും ഒക്കത്തില്ല, പിന്നെ എഴുന്നള്ളിക്കാനൊക്കത്തില്ല. സൂക്ഷ്മ സമയത്ത് 7:30 ഒക്കും. അത് വളരെ കണിശമായിട്ട് നടക്കുന്നുണ്ട് ഇത്രയും വർഷമായിട്ട്. ഈ കാലയളവിൽ കൊടുങ്ങൽ ഇത് ചെട്ടികുളങ്ങരയെന്നും രണ്ടും ഒരു കാലയളവിലുള്ളതാണ്. കാളീം മേഘസമപ്രഭാം ത്രിനയനാം ആളുന്നൊരെന്നാവിലും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പള്ളിമുക്കത്ത് ദേവീക്ഷേത്രത്തിന് മുമ്പിലാണ്. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യത്തെക്കുറിച്ചും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഈ ക്ഷേത്രത്തിലെ തിരുമേനിയോട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുരാതന ഏഴാട്ട് കുടുംബത്തിലെ കാരണവരും ഈ സ്ഥലത്തുണ്ടായിരുന്ന പഴയ ബ്രാഹ്മണ കുടുംബത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠനും കൂടി കൊടുങ്ങല്ലൂർ പോയി ഭജനം ഇരിക്കുകയും അവിടുന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ആവാഹിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഏറെ കുടിയിരുത്തിയെന്നാണ് വിശ്വാസം. അന്ന് ഒരു കാവാചാരം മാത്രമായിട്ട് നടന്ന ക്ഷേത്രമാണ് സങ്കേതമായിരുന്നത്. അതിനുശേഷം ഇവിടെ ക്ഷേത്രം പണിയുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുകയും അന്ന് മുതൽ ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ കാരണമശാന്തിയായിട്ട് ഇവിടെ പൂജാതി വിധികൾ അനുഷ്ഠിച്ചു വരികയുമായിരുന്നു. ഇവിടുത്തെ താന്ത്രിക അധികാരം കുഴിക്കാട്ടില്ലത്തേക്കായിരുന്നു. ഇപ്പോഴും ആ താന്ത്രിക വശം അവർ തന്നെ തുടരുകയും ചെയ്യുന്നു. ഇവിടുത്തെ ആട്ടവിശേഷം എന്ന് പറയുന്നത് കുംഭഭരണിയും മീനഭരണിയുമാണ്. കുംഭഭരണിക്ക് 101 കലം എന്നൊരു വഴിപാട് ഉണ്ട്. അത് 101 കലം എന്ന് പറഞ്ഞാൽ 101 കലമൊന്നുമല്ല, അതിലേക്ക് ഏറ്റവും കൂടുതൽ കലങ്ങളൊക്കെ വഴിപാട് സമർപ്പണമുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് ഇപ്പം കുറച്ചു കാലമായിട്ട് പൊങ്കാല എന്നൊരു ചടങ്ങും ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ രാത്രിയിൽ ഭദ്രാളി യാമം എന്ന് പറയുന്ന ആ യാമത്തിങ്കിൽ ഭദ്രദേവി പുറത്തേക്ക് എഴുന്നള്ളുകയും അന്നേരം ആ പിണ്ടികൾ വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഇവിടുത്തെ ആട്ടവിശേഷം ഏറ്റവും പ്രധാനമായ മീനഭരണിയാണ്. വൈകിട്ട് എഴുന്നള്ളിപ്പും രാത്രിയിൽ 2 മണി കഴിഞ്ഞ ശേഷം 4 മണിയോടുകൂടി പള്ളിവിളക്ക് എഴുന്നള്ളിക്കുകയും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും തറവാട്ട് വീട്ടിൽ പോയിട്ട് അവിടുന്ന് പറ സ്വീകരിച്ച് തിരിച്ച് പള്ളിവിളക്കിൻ്റെ അവിടെ വന്ന് പള്ളിവിളക്ക് എടുത്തുകൊണ്ട് വരികയുമാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൊടുങ്ങല്ലൂരമ്മ ഇവിടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ പണ്ട് പുരാതന കാലത്ത് 28 ദിവസത്തെ പടയണിയായിരുന്നു. അത് കുംഭത്തിലെ ഭരണിനാളെന്ന് ചൂട്ടുവെച്ച് മീനത്തിലെ ഭരണിനാളെന്ന് അവസാനിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ഇപ്പോൾ അത് അവശേഷിച്ച് മീനത്തിലെ രേവനാളെന്ന് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പടയണി ഇവിടെ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതും ഒരു ദേവിയുടെ പ്രധാന വഴിപാടാണ്. പിന്നെ അതുപോലെ കളമെഴുത്തും പാട്ടും, അതും ദേവിയെ സംബന്ധിച്ച ഒരു പ്രധാന വഴിപാടാണ് കളമെഴുത്തും പാട്ടും. ഈ ക്ഷേത്രത്തിലെ ശ്രീദേവി ഹൈന്ദവ സമിതി സെക്രട്ടറി നമ്മോടൊപ്പമുണ്ട്, ചോദിച്ചറിയാം. ഉത്സവ പരിപാടികളായിട്ട് 2 ഇതാണ് നടക്കുന്നത്. കുംഭഭരണി മഹോത്സവവും മീനഭരണിയും. കുംഭഭരണി മഹോത്സവത്തിന് പ്രാധാന്യം ഉള്ളത് ഇവിടെ ഇത് പൊങ്കാല നടത്തി വരുന്നതുമാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലെ ഒരു 12 മണിയോടുകൂടി ആപ്പിണ്ടി എഴുന്നള്ളത്തും താലപ്പൊലി ഏറാട്ട് കുടുംബത്തിൻ്റെ കുന്നുകുളാവ് ജംഗ്ഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. അതാണ് മെയിൻ കുംഭഭരണിയുടെ പരിപാടി. മീനഭരണിയെ സംബന്ധിച്ചിടത്തോളം 7 ദിവസം സപ്താഹം കഴിഞ്ഞ് 8ാം ദിവസം മീനഭരണിയായിട്ടാണ് കൊണ്ടാടുന്നത്. 6ാം ഉത്സവം പടയണിയാണ്. അത് വളരെ പ്രാചീനമായിട്ട് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നൊരു കലയാണ്. മീനഭരണിക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ഉള്ള പള്ളിവെള്ളക്കെടുപ്പാണ്. മറ്റു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള പള്ളിവിളക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്.
ഇനി നമുക്ക് പള്ളിവിളക്കിനെ കുറിച്ചറിയാം. പള്ളിവിളക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു വിളക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. 45 അടി ഉയരവും 30 അടി നീളവും 20 അടി വീതിയും ഉള്ള ഒരു വിളക്കാണിത്. ഈ വിളക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെവിടെയും ഇതുപോലൊരു ശില്പചാതുര്യയോടുകൂടിയുള്ള ഒരു വിളക്ക് ഉണ്ടായിരിക്കുകയില്ല. ഇതിൻ്റെ നിർമ്മാണം ടൺ കണക്കിന് തടി ഉപയോഗിച്ച് 2500 ചിരാതുകളിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് ദീപപ്രഭ ചൊരിയിക്കുന്ന ഒരു മഹത്തായ ഒരു സംരംഭമാണ് ഈ വിളക്കിൻ്റെ പണിയെപ്പറ്റി പറയുകയാണെങ്കിൽ. ഈ വിളക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ആഞ്ഞിലി, കുമ്പിൾ എന്നീ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരക്കുറവിന് വേണ്ടി 100 കണക്കിന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ കുമ്പിളും ആഞ്ഞിലും ഉപയോഗിക്കുന്നത്. വിദഗ്ധമായ ശില്പചാതുരിയാൽ പണിത് തീർത്തിരിക്കുന്ന ഈ വിളക്ക് മീനഭരണി നാളിൽ വെളുപ്പിന് 4 മണിയാകുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിച്ച് കുടുംബ വീടായ ഏറാട്ട് പോയി തിരികെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഒരുക്കിയിരിക്കുന്ന വിളക്കിന് മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ ആർപ്പുവിളികളോടുകൂടി ഇതിലുള്ള ഈ 2600 ദീപങ്ങളും ശോഭയാൽ കത്തിച്ചു കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരു പീഠത്തിൽ, ക്ഷേത്രത്തിന് മുൻവശമുള്ള ഒരു പീഠത്തിൽ ഇത് കിളർത്തി വയ്ക്കുന്നതാണ്. അതോടുകൂടിയാണ് ഈ വിളക്കിൻ്റെ ചടങ്ങ്, ക്ഷേത്രവുമായിട്ടുള്ള ചടങ്ങ് തീരുന്നത്. ഞങ്ങൾ കുടുംബപരമായിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. ഈ വർഷങ്ങൾക്ക് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പരമ്പരയായിട്ട് അച്ഛന് ഞങ്ങളുടെ അപ്പൂപ്പന്മാരിങ്ങനെ നിർമ്മിച്ചു വന്ന്. കാരണം ഈ വിളക്ക് കൂട്ടി ദീപപ്രഭ ചുരിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ ജനം കണ്ടെങ്കിലേ ഇതിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുവാൻ പറ്റുകയുള്ളൂ. 100 കണക്കിന് ആൾക്കാർ കൂടി അമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് ആർപ്പുവിളികളോട് എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പോലും ഇത് കയ്യിലൊരു ഭാരമായിട്ട് തോന്നാറില്ല. അത് ദേവിയുടെ അനുഗ്രഹത്താൽ നടക്കുന്ന ഒരു അനുഭവമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കാണുവാൻ സാധിക്കുന്നത്. 45 അടി കളരത്തിന് മുകളിൽ കൺപിരിമുഖം, ദേവിയുടെ ഉഗ്രരൂപിണിയായ ദേവിയുടെ കൺപിരിമുഖം എന്ന ഒരു വിഗ്രഹം ചാർത്തിയിട്ടുണ്ട്. അത് ശില്പത്താൽ നല്ല കൊത്തുപണികളോടുകൂടി ഉഗ്രരൂപിണിയുടെ അതേ ഭാവമാണ് അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആര് കണ്ടാലും ഭയപ്പെട്ടു പോകുന്ന ഒരു രൂപമാണ്. അതും പണി തീർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് ഈ വിളക്കിൻ്റെ ഈ ചിരാതുകൾ വയ്ക്കുന്ന ഞാലി എന്ന് പറയുന്നത് 2500 എണ്ണമാണ്. അതിൽ പണിത് ആ ഞാലിക്കകത്താണ് ചിരാത് വെച്ചിട്ട് അതിനുള്ളിലാണ് ദീപപ്രഭ ജ്വലിക്കുന്നത്. ഇരുവശവും പ്രഭട എന്ന് പറയുന്ന വളഞ്ഞ ശില്പചാതുരിയാൽ വളഞ്ഞ് സർപ്പം കിടക്കുന്ന മാതിരിയാണ് ഈ സൈഡിലുള്ള ഈ പ്രഭടകൾ പണിത് മുകളിൽ ഈ ദേവിയുടെ കൺപിരിമുഖത്തിനോട് ചേർന്ന് അവസാനിക്കുന്നത്. കുതിര ചുമന്നു പോകുന്നതായിട്ടുള്ള 2 കുതിരകൾ ചുമന്നു കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു ദൃശ്യം കൂടെ ഈ വിളക്കിന് ഒരു പ്രത്യേകതയാണ്. ആ 2 കുതിരകളാണ് ഇതിനെ ചുവട്ടിൽ നിന്ന് താങ്ങി നിർത്തുന്നത് എന്ന ഒരു വൈപ്പും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ പള്ളിമുഖത്തമ്മയെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. അമ്മയെ ശരണം. പ്രസിദ്ധമായ പള്ളിമുഖത്ത് ദേവീക്ഷേത്രത്തിലെ മീനഭരണിയോട് അനുബന്ധിച്ച് നടക്കുന്ന പള്ളിവിളക്ക് എഴുന്നള്ളിപ്പിനെ പറ്റി ഈ പ്രദേശങ്ങളിൽ എങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു വിളക്കാണ് ഇവിടെയുള്ളത്. ഒരുപക്ഷേ ഇതിനേക്കാൾ വലിയ വിളക്ക് കണ്ടെന്നിരിക്കാം. ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു എഴുന്നള്ളിപ്പ് മറ്റെങ്ങുമില്ല. ഏതാണ്ട് 140 അടി ഉയരമുള്ള ഈ വിളക്കിന് ഒരു 10-32 അടി വീതിയുമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭക്തജനങ്ങൾ കൈകളിലേന്തി എഴുന്നള്ളിക്കുന്നു എന്നുള്ളതാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ വിളക്കുകൾ സ്ഥിരമായി ഒരിടത്ത് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ യന്ത്രസഹായത്താലോ അല്ലെങ്കിൽ ചാടിൽ വലിച്ചിട്ടോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ്. 4 വശത്തേക്കും ദീപങ്ങൾ ഉള്ള തട്ടാണ് ഇതിനുള്ളത്. എടുത്തുകൊണ്ട് വരുന്ന അവസരത്തിൽ ദീപങ്ങളിങ്ങനെ ആടി ഉലഞ്ഞ് ഭക്തന്മാരുടെ മനസ്സിൽ ആ നേരത്ത് ആഹ്ലാദവും ഭക്തിയും തിരതല്ലുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഈ വിളക്കിൻ്റെ
തിരികൾ തന്നെ ഒരു പ്രത്യേക തരമാണ്. പ്രത്യേക തരത്തിൽ അത് തെറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ചെറുവിരലിൻ്റെ കനത്തിൽ അത്ര തന്നെ നീളത്തിലുള്ള തിരിയാണ് ഇതിനുപയോഗിക്കുന്നത്. ആ തിരി 2 ദിവസം മുമ്പ് തന്നെ എണ്ണയിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ വിളക്കിലെത്തിക്കുകയാണ് ചെയ്യുന്നത്.